ഇത് വരില്ല. ഇത് വന്ന മീൻ കിട്ടി അതൊരു പ്രശ്നം. അധികം എത്ര ഇതേപോലത്തെ ഈറമ്മ വേണ്ടി ഹായ് ഗൈസിലേക്ക് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സുഹൃത്തുക്കളെ. ഗൈസ് അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തു. നാളെ നിങ്ങൾ കണ്ട വീഡിയോയിൽ ഏകദേശം ഇവിടെ വരെ വെള്ളം കയറിഞ്ഞേ. പക്ഷെ ഇതുവരെ വെള്ളം കയറിയിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ പോയി. പക്ഷെ എന്നാലും ഇന്ന് പുതിയതായിട്ട് വെള്ളം കയറിക്കണേ. എന്നാലും നല്ല മഴ ആയതുകൊണ്ട് നല്ല വെള്ളം കയറിയിരുന്നു. പക്ഷേ ഇത് ഏകദേശം വെള്ളക്കാണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്താ അപ്പോൾ ഇങ്ങനൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ക്ലൈമറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്നൊരു ക്ലാസ് ഇല്ല. ഇന്നെന്താണെന്നാവോ ഇന്നെന്തായാലും ഇന്ന് ക്ലാസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നേരെ മീൻ പിടിക്കാൻ പോകണേ. അപ്പോൾ ആവശ്യം ഞങ്ങൾ നേരെ വീഡിയോക്ക് പോകാം. ഗൈസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് ഇരകൾ വേണം. അതാണ് ഇപ്പോൾ ആ ഭയം പറയണേ. കുറച്ച് ഇരകൾ വേണം. അപ്പോൾ അതിനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒരു അറപ്പുമില്ല ഇര കൊത്തുന്നത്, ഇര പിടിക്കുന്നത്. എനിക്കൊക്കെ ഭയങ്കര അറപ്പാണ് ആ കാര്യത്തിൽ. അത്യാവശ്യത്തിന് ഇര എടുത്തിട്ട് വേണം ഇത് മീൻ പിടിക്കാൻ പോകാൻ. അല്ലെങ്കിൽ പിന്നെയും മീൻ പിടിച്ച് കഴിഞ്ഞാൽ ഇര പോയി കഴിഞ്ഞാൽ പിന്നെയും മീൻ പിടിക്കാൻ ഇര എടുക്കാൻ വേണ്ടി പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അത്യാവശ്യത്തിൽ ഇര എടുത്തുകൊണ്ട് ഞങ്ങൾ പോണത്. ഈ ഇരക്കുള്ള മീൻ എന്തായാലും ഇന്ന് പിടിച്ചിട്ട് അവിടെ നിന്ന് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇന്നേറ്റ് പോയത്. ഏകദേശം അത്യാവശ്യം നേരം ഇര പിടിച്ചിട്ടുണ്ട്. ഇവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഇര ഇങ്ങനെ കൊടുന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഭയങ്കര അറപ്പാണ്. അപ്പോൾ അവന്മാരവിടെ ഇര പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഇരയായപ്പോൾ ഞാൻ പഴയ സ്പോട്ടൊന്ന് പോയി വെക്കാമെന്ന് വെച്ച് വന്നതാണ്. ഇന്നാളിട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ഏരിയയിലൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ മീൻ പിടിച്ചിരുന്നത്. ഈ ഏരിയയിലൊക്കെ അന്ന് നല്ല രീതിക്ക് വെള്ളം ഉണ്ടായിരുന്നു. ഏകദേശം ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയയിലൊക്കെ അവിടെ വെള്ളം നിൽക്കുന്നു. അവിടെ ഈ ഏരിയയിലൊക്കെ നല്ല രീതിക്ക് വെള്ളം നിന്നു. അവിടെ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അവിടെ നിന്ന് ഞങ്ങൾ മീൻ പിടിച്ചിരുന്നു. നമുക്ക് അവരുടെ അടുത്ത് പോയേക്കാം. ഗൈസ് അപ്പോൾ ഇപ്പം ചൂണ്ടടാൻ ചെന്നിരിക്കുന്നത് ഒരു പറമ്പിലോട്ടാണ്. ഈ നമ്പർ വിളിച്ചു കൊണ്ടുപോയതാണ് ഞങ്ങളെ പറമ്പിൽ. അവിടെ ഒരു കുളമുണ്ട്, അടിപൊളി കുളം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ കുളം എവിടെയെന്ന് കാണുന്നെങ്കിലും അവിടുത്തെ പറമ്പ് ഒരു അടിപൊളിയായിരുന്നു. അവിടെ അത്യാവശ്യം ക്യാമറ ക്ലിയറും ഉണ്ടായിരുന്നു ആ ഏരിയ ചെന്നപ്പോൾ. ചൂണ്ട താത്തിപ്പൊടി തന്നേ കുറേ ഉള്ളിലോട്ട് നടന്ന് ആ പറമ്പിൻ്റെ ഏകദേശം സെൻട്രൽ പോയിന്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ കുളം ഉള്ളത്. കുറേ കണ്ട് ഉള്ളിലേക്ക് നടന്നതിന് ശേഷമാണ് അവൻ പറഞ്ഞ ഇവിടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഏകദേശം ഇതാണ് കേട്ടോ ആ കാണേണ്ട കുളം. അവൻ പറഞ്ഞ കുളം അതാണ്. പക്ഷെ ഇതിൽ മീൻ ഉണ്ടെന്ന് തോന്നുന്നേ. കാരണം മീൻ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ വെള്ളം വെട്ടിട്ട് കാണാം. പക്ഷെ അവിടെ നിന്ന് വെള്ളം വെട്ടിട്ട് കാണില്ല. ഈ കൗങ്ങ് കണ്ടോക്കണി വളഞ്ഞിക്കാൻ സംഭവം എന്താ എനിക്കറിയോ? വായേ ആൾക്കാരുണ്ട്. കുറേ നേരം അവിടെ ചൂണ്ടിട്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പാടത്ത് വേറൊരു സ്ഥലത്ത് പോയി. ഇവിടെ കല്ലിട്ടവിടെ അപ്പുറത്തൊരു തന്നെ മീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അവനാണ്ട് വിളിച്ചിരുന്നു. അപ്പോൾ ആണ്ട് പോയി നോക്കണം. അപ്പോൾ എന്ത് മീനെ കിട്ടിക്കണാവോ? അപ്പുറത്ത് അവനെ നിർത്തിക്കണത് ഇപ്പുറത്ത് എനിക്ക് മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം മുകളിലുള്ള ഏരിയയിൽ മീൻ വരില്ല. ഇതാണ് അവൻ കിട്ടിയ മീൻ. അപ്പുറത്തെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്ന മീൻ കിട്ടി അതൊരു പ്രശ്നം. അപ്പുറത്ത് നേരത്തെ കല്ലെടുത്ത് പറഞ്ഞില്ലേ, അവന് എവിടെ വന്നാലും അവിടെ നിന്നൊന്നും മീൻ കിട്ടണില്ല. അവൻ ഇല്ലാത്ത ദിവസം മീൻ ചൂണ്ടിട്ടാണെങ്കിൽ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്, മീനും കിട്ടുന്നുണ്ട്. അവനുള്ള ദിവസമാണെങ്കിൽ ചൂണ്ട കിട്ടണില്ല. അതാണ് ഇവനെ എല്ലാരും അവനെ പറഞ്ഞയപ്പിച്ചത്. പൊട്ടപ്പ മീൻ കിട്ടിയെന്താ ഓടുന്ന് മീൻ കളിക്കീനി പാട കളിക്കീനി അവിടെ വന്നാണ്ട്. അപ്പോൾ ഇപ്പൊ ഈ കിട്ടിയ മീനെ അവൻ കാട്ടിക്കണ കണി ഒരു താജ്മഹൽ പണിതെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ കിട്ടും. അങ്ങനെ ഇവന്മാരെ ഈ പ്രശ്നം കൊണ്ടാണ് ഇവന്മാരൊന്നും മീൻ പിടിച്ചാൽ കൊടുത്താലും കൂടി മീൻ കിട്ടാത്ത. ഇവന്മാരെ എത്ര കൊടുത്താലും കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബൈ ബൈ ഗൈസ്.